മുൻപിൽ നിന്ന് മുതൽ ഓരോ പടികളും കയറി കയറി ഹൈകളായും അതിനുശേഷം വിശുദ്ധ മദ്ബഹായും നമ്മുടെ കർത്താവിന്റെ ബലിപീഠമായ ത്രോണോസ് ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ ഓരോ പടി കയറി ദേവാലയത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ശലോമോൻ ദേവാലയം പണിത് സമർപ്പിക്കുമ്പോൾ അവൻ ദൈവവചന പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദൈവമേ, അവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പള്ളി പണിതിട്ട് ദൈവത്തിന്റെ ഒരുപാട് മുട്ടുപൊത്തിക്കൊണ്ട് പറയുകയാണ്, എന്റെ തമ്പുരാനെ നീ വിശുദ്ധീകരിക്കണമേ, നിന്റെ കണ്ണും ചെവിയും ഇവിടെ തുറന്നിരിക്കണമേ. എന്നിട്ട് പറയുന്നത് നീണ്ട പ്രാർത്ഥനയാണ്. ദൈവമേ, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവന് വെറും കൈയോട് പറഞ്ഞേക്കല്ലേ. ഈ ദേവാലയ മുഖാന്തരമായി മഹാമാരികളും വ്യാധികളും പട്ടിണിയും ഇതെല്ലാം ഈ ദേശത്ത് നിന്ന് ക്ഷാമവും എല്ലാം മാറ്റിക്കളയണമേ. ഒരു അന്യജാതിക്കാരൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവനെയും നീ വെറും കൈയോട് വിടല്ലേ എന്ന് പറഞ്ഞ് ശലോമോൻ ഒരു വലിയ പ്രാർത്ഥന നടത്തുന്നത്. അവസാനം ദൈവം 7-ാം അധ്യായത്തിൽ ദൈവം ശലോമോനോട് പറയുന്ന ഒരു വാചകമാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കേട്ടിരിക്കുന്നു, എന്റെ കണ്ണും ചെവിയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിൽ തുറന്നിരിക്കും. ദൈവത്തിന്റെ കണ്ണും ചെവിയും തുറന്നിരിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയവും ദൈവത്തിന്റെ കണ്ണും ചെവിയും നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനകൾക്ക്, നമ്മുടെ അപേക്ഷകൾക്ക്, ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി തുറന്നിരിക്കുന്ന ദൈവത്തിന്റെ ദേവാലയം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്ന ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോ നമ്മൾ ആരും ഇവിടെ നിന്ന് സംസാരിക്കുകയോ അശുദ്ധമായ